ഗുഡ് മോർണിംഗ്. സോറി ഫോർ ദ ഡിലേ. നമുക്കിനി പഠിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേജ് എയർ കംപ്രസറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു ടോപ്പിക് നമുക്ക് പഠിക്കുന്നുണ്ട്. അതാണ് വോളിമെട്രിക് എഫിഷ്യൻസി. വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ വോളിയൂം ഓഫ് എയർ സക്ഡ് ഡിവൈഡ് ബൈ തിയററ്റിക്കൽ വോളിയൂം ഓഫ് സിലിണ്ടർ. ആക്ച്വൽ വോളിയൂം ഓഫ് എയർ സക്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ സിലിണ്ടറിനകത്ത് മാക്സിമം ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന വോളിയം, അതായത് നമ്മളുടെ പിസ്റ്റൺ എത്രത്തോളം സ്വീകരിക്കുന്നു അതിനെ നമ്മൾ സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞായിരുന്നു, സെഫ്റ്റ് വോളിയം എന്ന് പറഞ്ഞായിരുന്നു. ഞാൻ സിലിണ്ടർ കാണിച്ചു തരാം. അപ്പോൾ ആ സിലിണ്ടറിനകത്ത് മാക്സിമം നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന വോളിയത്തെ പറയുന്നത് വേണമെന്നത് സെഫ്റ്റ് വോളിയം, എഫക്റ്റീവ് സെഫ്റ്റ് വോളിയം. എഫക്റ്റീവ് സെഫ്റ്റ് വോളിയം ഡിവൈഡ് ബൈ സെഫ്റ്റ് വോളിയമാണ് വോളിമെട്രിക് എഫിഷ്യൻസി. എഫക്റ്റീവ് സെഫ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി നമ്മുടെ ആ പി വി ഡയഗ്രത്തിനകത്ത് മനസ്സിലാക്കാം. എഫക്റ്റീവ് സെഫ്റ്റ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എത്ര വോളിയം നമ്മൾ കയറുന്നു, അതായത് നമ്മുടെ V1 to V4 വരെയാണ് നമ്മളുടെ എന്ത് വോളിയം എന്ന് പറയുന്നത്. അപ്പം V1 - V4 എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്ത് എഫക്റ്റീവ് സെഫ്റ്റ് വോളിയം എന്ന് പറയുന്നത്. V3 എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്ത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എഫക്റ്റീവ് സെഫ്റ്റ് വോളിയം ഡിവൈഡ് ബൈ സെഫ്റ്റ് വോളിയം ആണ് എന്ത് വോളിമെട്രിക് എഫിഷ്യൻസി. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വോളിമെട്രിക് എഫിഷ്യൻസി ഇൻ റേഷ്യോ ഓഫ് ക്ലിയറൻസ് റേഷ്യോ എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ V1 - V4 ഡിവൈഡ് ബൈ VS, സെഫ്റ്റ് വോളിയം എന്ന് പറയുന്നത് V1 - V3. അപ്പോൾ ഇതിനെ നമ്മൾ വെലോസിറ്റി നമ്മളുടെ ക്ലിയറൻസ് റേഷ്യോയുടെ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം V1 - V3, V1 - V4. V1 - V4 എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സെഫ്റ്റ് വോളിയം, V1 - V3 എന്ന് പറഞ്ഞാൽ സെഫ്റ്റ് വോളിയം. അപ്പോൾ നോക്കി, നമ്മളുടെ V1 - V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തുല്യമാണ്? നമ്മളുടെ സെഫ്റ്റ് വോളിയത്തിന് തുല്യമാണ്. അപ്പോൾ നമ്മുടെ വോളിമെട്രിക് എഫിഷ്യൻസി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. V1 പകരമായിട്ട് VS + V3 നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 + V3 / V5 - V4 / V5 വരും. V3 / VS - V4 / VS വരും. ഓക്കെ, അപ്പോൾ നോക്കി, ഇതിനകത്ത് നമ്മളൊരു V3 കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 1 + V3 / VS - V3 / VS × V4 / VS. V3 / VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഫ്റ്റ് വോളിയം അല്ലെ ക്ലിയറൻസ് വോളിയം ബൈ സെഫ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ക്ലിയറൻസ് റേഷ്യോ ആണ്. സെഫ്റ്റ് വോളിയം ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം ഡിവൈഡ് ബൈ സെഫ്റ്റ് വോളിയം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ക്ലിയറൻസ് റേഷ്യോ ആണ്. അപ്പോൾ ക്ലിയറൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ V3 / VS ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തെന്ന് എഴുതാം? C എന്ന് എഴുതാം. ഇത് നമുക്ക് എന്തെന്ന് എഴുതാം? C എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്മളുടെ ഇക്വേഷൻ വോളിമെട്രിക് എഫിഷ്യൻസി 1 + C - C × V4 ഡിവൈഡ് ബൈ V3 എന്ന് എഴുതാം. ഇപ്പോൾ നമ്മളുടെ പ്രോസസ് എല്ലാം നടക്കുന്നത് പോളിട്രോപിക് പ്രോസസ്സാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ PV/N എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ P3 V3/N എന്ന് പറഞ്ഞാൽ എന്താണ്? P4 V4/N തുല്യമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ V4 / V3 എന്ന റിലേഷനിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് P3 / P4/1/N എന്നാണ്. നമുക്കറിയാം നമ്മളുടെ പ്രോബ്ലത്തിൽ P3 P2 നമ്മളുടെ PV ഡയഗ്രം എടുക്കുമ്പോൾ മനസ്സിലാവും P3 എന്ന് പറയുന്നത് P2 തുല്യമായിരിക്കും, P1 എന്ന് പറയുന്നത് P4 തുല്യമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ V4 / V3 എന്ന് എഴുതുന്നത് എങ്ങനെ എഴുതാം? P2 / P1/1/N എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിമെട്രിക് എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് ക്ലിയറൻസ് റേഷ്യോ ആൻഡ് പ്രഷർ റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിലാണ് നമ്മളുടെ ഇക്വേഷൻ വേണ്ടത്. വോളിമെട്രിക് എഫിഷ്യൻസി = 1 + C - C P2 / P1/1/N. ഇതിനെയാണെന്ന് പറയുന്നത് വോളിമെട്രിക് എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് ക്ലിയറൻസ് റേഷ്യോ ആൻഡ് പ്രഷർ റേഷ്യോ. ഓക്കെ, ഇനി ഫ്രീ എയർ ഡെലിവേർഡ്, അതായത് FAD എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു എയർ ഉണ്ട്. ആ എയറിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിൽ താഴെയാക്കുകയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന FAD എന്ന് പറയുന്നത്, ആ ഫ്രീ എയർ ഡെലിവറി എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് സെഫ്റ്റ് വോളിയത്തിന് തുല്യമാണ്. അപ്പം P ആംബിയൻറ്റ് പ്രഷർ ആംബിയൻറ്റ് ഇൻറ്റു വോളിയം ആംബിയൻറ്റ് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ. നമുക്ക് PV/T = MRT = PV = MRT എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ PV/T എന്ന് പറഞ്ഞാൽ എന്താണ്? MR ആണ്. അതുപോലെ പ്രഷർ ആംബിയൻറ്റ് ഇൻറ്റു വോളിയം ആംബിയൻറ്റ് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ആംബിയൻറ്റ് = P1 T1 × V1 - V4. ഇതാണ് നമ്മളുടെ എന്താണ് ആക്ച്വൽ സക്ഷൻ വോളിയം. അപ്പോൾ നമ്മളുടെ വെലോസിറ്റി, നമ്മൾ എടുക്കുന്ന പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നിവ എന്ന് പറയുന്നത് നമ്മൾ ആംബിയൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ താഴെ ആക്കുകയാണെങ്കിൽ ആ കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്?
ആംബിയൻറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ FAD കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വോളിയോമെട്രിക് എഫിഷ്യൻസിയെ ആംബിയൻറ്റ് ടെമ്പറേച്ചറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇക്വേഷൻസ് ഇവിടെ ഒന്ന് പഠിച്ച് വെച്ചേക്കണം. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ചോദിക്കും, അതിനകത്ത് ചെയ്യണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ മൾട്ടി സ്റ്റേജ് എയർ കംപ്രസറാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പം ഒരു സിലിണ്ടറിൽ നിന്ന് കംപ്രസ് ചെയ്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ 1-2 സിലിണ്ടറുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുക, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. നമുക്ക് കൂടുതൽ കംപ്രസ്ഡ് എയർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിൽ കൂടുതൽ സ്റ്റേജുകൾ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഔട്ട്പുട്ട് മാക്സിമം ആവത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കത്ര ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ആ ഔട്ട്പുട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്താ പറയുന്നത്, മൾട്ടി സ്റ്റേജ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ കംപ്രസറിനെ കണക്ട് ചെയ്താണ് നമ്മൾ എന്താ പറയുന്നത്, മൾട്ടി സ്റ്റേജ് എയർ കംപ്രസർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ നേർന്ന് P1 പ്രഷറിനെ T1 പ്രഷറോട് സ്വീകരിച്ച് എവിടെ വരുന്നു, ഒരു ലോ സിലിണ്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഫില്ല് ചെയ്യുന്നു. ഈ ഫില്ല് ചെയ്ത ശേഷം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിസ്റ്റൺ അപ്പോൾ എന്ത് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് പിസ്റ്റൺ താഴേക്ക് മൂവ് ആവും. തിരിച്ച് മൂവ് ആകുമ്പോൾ ആ എയറിനെ എന്ത് ചെയ്യുവാണിത്, കംപ്രസ് ചെയ്യുകയാണ്. ആ കംപ്രസ് ചെയ്ത എയറാണ് എന്തെന്ന് പറയുന്നത് P2 T2 എന്ന് പറയുന്നത്. ഈ P2 T2നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻ്റർകൂളറിൽ കൂടെ കടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഇൻ്റർകൂളർ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നല്ല ടെമ്പറേച്ചർ ഇരിക്കുന്ന ഒരു സാധനത്തെ അടുത്ത സ്റ്റേജിലേക്ക് കടത്തി വിടുമ്പോൾ ആ സ്റ്റേജിൽ ചെല്ലുമ്പോൾ അത് എന്തായി പോകും, ആ സിസ്റ്റത്തെ ഡാമേജ് ആക്കും. ഈ ഡാമേജ് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻ്റർകൂളർ എന്ന് പറയും. ആ ഇൻ്റർകൂളറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്തൂടെ കടന്നു പോകുന്ന എയറിനെ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്യുകയും പ്രഷർ അതെന്തായിട്ട് നിൽക്കുകയും ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കി, P2 T2 എന്ന് പറയുന്ന നമ്മൾ ലോ പ്രഷറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഹൈ പ്രഷർ സിലിണ്ടറിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ ഇൻപുട്ടാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീനാണ് നമ്മൾ എന്ത് എടുത്തേക്കുന്നത്, ഒരു ഇൻ്റർകൂളർ എടുത്തേക്കുന്നത്. ആ ഇൻ്റർകൂളർ കടത്തു പോകുമ്പോൾ P2 എന്തായിട്ട് തന്നെ നിൽക്കുന്നു, P2 ആയിട്ട് നിൽക്കുന്നത്. T2 എന്താവുന്നു, T1 ആണ്. അതായത് T1 ടെമ്പറേച്ചർ, അതായത് T2 ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് എന്തായിട്ട് മാറുന്നു, ഇനിഷ്യലി എത്ര ടെമ്പറേച്ചറാണ് കിട്ടുന്നത് ആ ടെമ്പറേച്ചറായിട്ട് മാറുന്നു. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് സ്റ്റേജിലേക്കുള്ളാകുന്ന പ്രഷറും ടെമ്പറേച്ചറും എന്താണ്, P2 T1. അതായത് ഹൈ പ്രഷറായിട്ടുള്ള ആദ്യത്തെ സ്റ്റേജിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടിയ പ്രഷർ എയറും അവിടെ നിന്ന് ഇൻ്റർകൂളർ കണക്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. ഇതാണ് എന്ത് വരുന്നത്, സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ഇൻപുട്ടായിട്ട് വരുന്നത്. അവിടെ നിന്ന് ഇതിനെ വീണ്ടും കംപ്രസ് ചെയ്ത് നമ്മൾ എന്തായിട്ട് മാറുന്നു, P3 T3 ആയിട്ട് നമുക്ക് ഏത് ഏരിയ ആണോ കൊടുക്കേണ്ടത് ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പം നോക്കി, ഈ ഇൻ്റർകൂളറിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഏത് ടെമ്പറേച്ചറാണോ സ്വീകരിക്കുന്നത് അതേ ടെമ്പറേച്ചർ, അതായത് ഇപ്പം T1 ടെമ്പറേച്ചറിലാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ T3 ടെമ്പറേച്ചർ, അതായത് ഈ T1 ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T3ക്ക് തുല്യമാണെങ്കിൽ ആ ഇൻ്റർകൂളറിനെ പറയുന്ന പേരാണ് എന്ത്, പെർഫെക്റ്റ് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. അതായത് T1 = T3ക്ക് തുല്യമാണെങ്കിൽ അതിന് എന്തെന്ന് പറയുന്നു, പെർഫെക്റ്റ് ഇൻ്റർകൂളർ എന്ന് പറയുന്നു. T3 ആണ് T1നേക്കാൾ കൂടുന്നതെങ്കിൽ അതിന് എന്തെന്ന് പറയുന്നു, ഇംപെർഫെക്റ്റ് ഇൻ്റർകൂളർ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പെർഫെക്റ്റ് ഇൻ്റർകൂളർ എന്താണ്, ഇംപെർഫെക്റ്റ് ഇൻ്റർകൂളർ എന്താണ്. T1 = T3 ആണെങ്കിൽ അതിന് എന്തെന്ന് പറയുന്നു, പെർഫെക്റ്റ് ഇൻ്റർകൂളർ എന്ന് പറയുന്നു. T1നേക്കാൾ കൂടുതൽ T3 ആണെങ്കിൽ അതിന് എന്തെന്ന് പറയുന്നു, ഇംപെർഫെക്റ്റ് ഇൻ്റർകൂളർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇൻ്റർകൂളർ എന്താണെന്ന് മനസ്സിലായി, മൾട്ടി സ്റ്റേജ് എയർ കംപ്രസർ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഈ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് വായിക്കുക. ഇനി നമുക്കിതിൻ്റെ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 സ്റ്റേജ് എയർ കംപ്രസറിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, PV ഡയഗ്രാം പ്ലോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്തായിട്ട് കിട്ടും, അതിൻ്റെ വർക്ക് ഡൺ ആയിട്ട് കിട്ടും. അപ്പോൾ നോക്കി, ഫസ്റ്റ് നമ്മൾ എയറിനെ സക്ക് ചെയ്ത് അവിടെ വന്നു 1ൽ വന്നു. 1ൽ നിന്ന് 2ലേക്ക് പോകുന്നു, അതായത് ഫസ്റ്റ് സ്റ്റേജ് 1ൽ നിന്നും 2ലേക്ക് പോകുന്നു. അതായത് നമ്മളുടെ ഇൻപുട്ടിൽ കയറി അതെന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്തോ നടക്കുന്നത്, കംപ്രഷനാണ് നടക്കുന്നത്. അപ്പം 1 to 2ൽ ഇതിന് എന്ത് ചെയ്യുന്നു, പോളിട്രോപ്പിക് കംപ്രഷൻ നടക്കുന്നു. 2ൽ എത്തിക്കഴിഞ്ഞ് ഇതിന് എന്ത് ചെയ്യുവാണ്, ഓട്ടോമാറ്റിക് അവിടെ എന്ത് ചെയ്യുന്നു, ഇൻ്റർകൂളർ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ആ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് 2' എന്ന് പറയുന്നത്. ഈ 2' ആണ് എന്ത് എന്ന് പറയുന്നത്, അടുത്ത കംപ്രസറിലേക്ക് പോകുമ്പോൾ അത് എന്ത് ചെയ്യുവാണ്, എയറിനെ കംപ്രസ് ചെയ്യുകയാണ്. അപ്പോൾ 2' to 3 അതിനെന്താണ്, കംപ്രഷൻ നടക്കുകയാണ്. 3 to 4ലേക്ക് അതെന്തോ ചെയ്യുകയാണ്, നമ്മൾ ഡെലിവറി ചെയ്യുകയാണ്. 3 to 4ലേക്ക് ഡെലിവറി ചെയ്ത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുന്നു. അവിടുത്തെ ഇൻ്റർകൂളർ ഉണ്ടായിട്ട് അതെന്ത് ചെയ്യുന്നു, വീണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ട് വീണ്ടും അതെന്ത് ചെയ്യുന്നു, എക്സ്പാൻഷൻ ചെയ്ത് എവിടെ വരുന്നു, നമ്മളുടെ ഫൈനൽ സ്റ്റേജിലേക്ക് വരും. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതെന്ത് ചെയ്യുന്നു, സക്ക് ചെയ്യുന്നു, കംപ്രഷൻ ചെയ്യുന്നു, ഇൻ്റർകൂളർ കയറുന്നതിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നു,
പ്രഷർ വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു. ആ P3 പ്രഷർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, P4 പ്രഷർ ഡെലിവറി ചെയ്യുകയാണ്. പിന്നെ അതെന്താണ്, എക്സ്പാൻഷനാണ്. ഈ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, നമ്മുടെ നോർമൽ പ്രഷറിലേക്ക് എത്തിച്ചേരുന്നു. ഇൻ ബിറ്റ്വീൻ, അതായത് 2 സ്റ്റേജുകൾക്കും, അതായത് ലോ പ്രഷർ സ്റ്റേജിനും ഹൈ പ്രഷർ സ്റ്റേജിനും ഒരു ഇൻ്റർമീഡിയറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർമീഡിയറ്റ് പ്രഷറിനെ പറയുന്ന പേരാണെന്ത്, P2 പ്രഷർ എന്ന് പറയും. ഓക്കെ, ഇനി അതിൻ്റെ പ്രോസസ്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. സക്ഷൻ ഇൻ ലോ പ്രഷർ സിലിണ്ടർ ആൻഡ് അറ്റ് P1 ആൻഡ് T1 ടെമ്പറേച്ചർ. അതിന് പോളിട്രോപിക് കംപ്രഷൻ നടന്നിട്ട് അത് P1 P2യിലേക്ക് മാറുന്നു. അതിന് ശേഷം അത് ഇൻ്റർകൂളറിൽ ചെല്ലുമ്പോൾ P2 എന്തായിട്ട് മാറുന്നു, P2 ഡാഷ് ആയിട്ട് മാറുന്നു. 2 ഡാഷിൽ നിന്ന് 3യിലേക്ക് പോകുമ്പോൾ അത് വീണ്ടും പോളിട്രോപിക് കംപ്രഷൻ നടക്കുന്നു. അതെന്തായിട്ട് മാറുന്നു, P3 പ്രഷർ ആവുന്നു. ഈ P3 ടു P4ലേക്ക് നമുക്ക് എന്താണ് നടക്കുന്നത്, നമ്മളത് സ്റ്റോറേജ് ടാങ്കിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതിന് പകരമായിട്ട് ഇതിൻ്റെ ഏരിയകൾ കണ്ടുപിടിച്ച് കൂട്ടിയാൽ മതി അല്ലേ. അതായത് ഈ ഏരിയ പ്ലസ് ഇവിടെ ഈ ഏരിയ, ഈ 2 ഏരിയയിലാണ് നമ്മളുടെ എന്ത് നടക്കുന്നത്, വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏരിയ പ്ലസ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയാം, നമ്മുടെ വർക്ക് ഡണ്ണിന് തുല്യം എന്ന് പറയാം. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വർക്ക് ഇൻപുട്ട് പ്ലസ് വർക്ക് ഇൻപുട്ട് ടു ദ ലോ പ്രഷർ സിലിണ്ടർ പ്ലസ് വർക്ക് ഇൻപുട്ട് ടു ദ ഹൈ പ്രഷർ സിലിണ്ടർ. അപ്പോൾ നോക്കി, നമ്മൾ നേരത്തെ നമ്മുടെ വെലോസിറ്റി ട്രയാങ്കിൾ വെച്ച് അല്ലെങ്കിൽ PV ഡയഗ്രം വെച്ച് നമ്മൾ ചെറിയ ഒരു സിംഗിൾ സ്റ്റേജിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിച്ചായിരുന്നു. അതായത് 1 2 6 7 1 എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്തത്, 1 2 6 P2 P1 7 1ൽ നിന്നും 7 6 P2 P1 നമ്മൾ എന്ത് ചെയ്താൽ മതി, റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഏരിയ കിട്ടും. ഈ ഏരിയയാണ് നമ്മളുടെ എന്ത് നടക്കുന്നത്, നമ്മളുടെ വർക്ക് നടക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വർക്ക് ഡൺ കണ്ടുപിടിച്ചു. വർക്ക് ഡൺ ഈക്വൽ ടു n/n-1 P1 V1 - V4 P2 P1 n-1 n-1. ഇത് നമ്മുടെ സിംഗിൾ സിലിണ്ടറിൻ്റെ അതേ വർക്കിംഗ് ഡൺ തന്നെയാണ് വരുന്നത്. ജസ്റ്റ് അത് നോക്കുക. ഈ സ്റ്റേജ് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച പോലെ തന്നെ 2 ഡാഷ് 3 4 P3 P2 6 2 ഡാഷിൽ നിന്ന് 5 4 P3 P2 5 എന്ത് ചെയ്താൽ മതി, കുറച്ചാൽ മതി. അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് n/n-1 P2 V2 ഡാഷ് മൈനസ് V5 P3 P2 n-1 n-1. അപ്പം അതിൻ്റെ നമ്മൾ എന്ത് ചെയ്തു, വർക്ക് ഡൺ കണ്ടുപിടിച്ചു. ഈ 2 വർക്ക് ഡൺ തമ്മിൽ കൂട്ടുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് ക്ലിയറൻസ് വോളിയത്തിലുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ. അതായത് P3 എത്തിക്കഴിഞ്ഞാൽ P4 എത്തിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുകയാണ്. നോർമൽ കേസിൽ ഇതെന്താണ്, നമ്മുടെ P3 ആയിട്ട് ചോദിച്ച് ഈ ലൈനിലൂടെയാണ് നമ്മൾ എന്ത് വരേണ്ടത്, നമ്മുടെ ഔട്ട്പുട്ട് വരേണ്ടത്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്തു, ക്ലിയറൻസ് വോളിയം കീപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ക്ലിയറൻസ് വോളിയം കീപ്പ് ചെയ്യാത്ത കണ്ടീഷൻ വരുമ്പോൾ ഇവിടുത്തെ വർക്ക് ഡണ്ണോട് എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി അല്ലേ. അതായത് നോക്കി, സക്ഷൻ ചെയ്ത് എന്ത് ചെയ്യുന്നു, ലോ പ്രഷർ സിലിണ്ടർ കംപ്രഷൻ നടക്കുന്നു. 2 to 2 ഡാഷിൽ എന്താ നടക്കുന്നത്, നമ്മളുടെ ഇൻ്റർകൂളർ 2 ഡാഷ് ടു 3 വരെ എന്താണ്, വീണ്ടും കംപ്രഷൻ നടക്കുന്നു. 3 to 4 അത് ഡെലിവറി ചെയ്യുന്നു. അത് വീണ്ടും എവിടെ വരുന്നു, 5ലേക്ക് വരുന്നു. അപ്പം ഇവിടുത്തെ വർക്ക് ഡണ്ണ് പ്ലസ് ഇവിടുത്തെ വർക്ക് ഡൺ, ഈ 2 വർക്ക് ഡണ്ണ് കൂട്ടുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. Cylinder system, there are 2 piston cylinder systems. This is low pressure cylinder and this is high pressure cylinder. Okay, and again this is the air filter, this is the inlet valve, this is the outlet valve of first cylinder, this is the piston which reciprocates inside the cylinder. Now the gas or air which is compressed by this cylinder is transferred to this another cylinder, but it first passes through an intercooler. So what is an intercooler? It is a sort of heat exchanger. Okay, so in case hot gas passes through this intercooler, then it loses its heat. Generally it is a sort of structure, a sort of duct over which there are fins implanted. So what happens, in case hot gas passes through this intercooler, then the hot gas loses its heat to the atmosphere and ultimately it becomes cold on the other end. From this end hot gas is entering and from the other end cold gas is outcoming. That is going inside to this second cylinder, which is high pressure cylinder, and then ultimately this cylinder's piston pushes this incoming air or gas to the pressure. It is like this. So once again, and this is the motor and this is the entire crank. So when the motor rotates this crank, see, this is piston, and
cylinder, it creates the vacuum. So this inlet valve, which is a non-return valve, automatically opens and it sucks inside the air. Since piston is moving downward direction, it's creating a void inside. So this inlet valve raises up from its seat and it sucks the cold air from the atmosphere. I am taking the example of air compressor. So from the atmosphere, the air is coming, passing through this air filter. So dust and debris are the decompression. Okay, compression pass through this interval. You can see. So this hot gas, here the gas is entering inside or inside this high pressure cylinder, compressing the income. Okay, so one way is using cylinder, low pressure cylinder, and compress to 3 bar, 1 bar to 3 bar. Then further, this high pressure cylinder is taking work done invested in multi-stage compressing the gas in a single stage compression. Now, ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രോബ്ലംസ് ഒന്ന് ത്രൂ ഔട്ട് ചെക്ക് ചെയ്യുക. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇതോടെ നമ്മളുടെ 5th മോഡ്യൂൾ തീർന്നു. അല്ല, നമ്മളുടെ പോർഷൻസ് മൊത്തം കവർ ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ഇതിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യാം. വേറൊരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന ഇൻപുട്ടിൻ്റെ അതേ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ എന്താണോ നമ്മൾ ഫാക്കൽറ്റീസ് തരുന്നതിൻ്റെ ക്വസ്റ്റ്യൻസ് തരിക, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് തരിക, അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് നടത്തുക, എന്ത് ചെയ്താലും ഈ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കൗണ്ടബിൾ ആണ്. അപ്പം നിങ്ങളിപ്പം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസോ അവിടെ എന്തായി പോകും, നിങ്ങൾക്ക് കട്ടായി പോകും. ഫാക്കൽറ്റീസ് ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യത്തില്ല. നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ യൂസ്ഫുൾനെസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.